award. I also request Mr. Pramod Mahajan onto the stage, please. രണ്ട് ഫോട്ടോ എടുക്കുക. രണ്ട് ഫോട്ടോ എടുത്തേക്കാം. അതോടെ എടുത്തോ, ചേർച്ചെടുക്കോ. നേരെ ഞാൻ രാവിലെ ഒരു ഡെലി കഴിച്ചോളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓടി വന്നതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ എന്നിവിടെ നിൽക്കുന്നത് ഫസ്റ്റ് മാതാപിതാ ഗുരു ചെയ്തു. എന്റെ അമ്മയ്ക്ക് ആദ്യത്തെ, പിന്നെ അച്ഛൻ, പിന്നെ ഗുരു. ആദ്യം പറയുമ്പോൾ 10th എന്റെ റാങ്ക് ടീച്ചറോട് തുടങ്ങണം. ബിക്കോസ് എന്റെ സ്റ്റോറി അങ്ങനെയായിരുന്നു. അടുത്തത് ഞാൻ തളർന്ന് വീണപ്പോൾ എനിക്ക് കിട്ടിയത് ലിസി മാഡം. എനിക്ക് പറയുമ്പോൾ കുറച്ച് ഇമോഷണലി ഞാൻ നിൽക്കാവും. എന്നാലും പറയാൻ എനിക്ക് കിടന്നൊന്നും പറ്റില്ല. സാർ നേരത്തെ ചോദിച്ചില്ല മാജിക്, എന്റെ സ്മൈലാണ് മാജിക്. ബിക്കോസ് എനിക്ക് 10th ഞാൻ ട്യൂമർ സർവൈവറാണ്. എന്റെ വലതുകാലം മുറിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സോ അവിടെ നിന്ന് എനിക്ക് വരാൻ എന്റെ മനസ്സിലുണ്ടായതായിരിക്കും. അപ്പോൾ അവിടെ വിട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരുപാട് രക്ഷപ്പെട്ടു. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഇങ്ങനെ നിൽക്കുമോ ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്നതിന് കാരണം ഇന്ന് സംസാരിക്കുന്നതിന് കാരണം ലിസി മാഡം മാത്രമാണ്. കോച്ച് ലൈഫ് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും എൻ്റെ ഒരു മെന്റർ ഉണ്ട്. അല്ലെങ്കിൽ ഓരോ തവണയും ഓരോ കുട്ടികളോട് സംസാരിക്കുമ്പോഴും നമ്മൾ അനുഭവിച്ചാലല്ലേ നമുക്ക് ആ പ്രയാസം മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവാൻ പറ്റും. സാർ പറഞ്ഞിട്ട് എനിക്ക് തോറ്റുപോയിരുന്നു. ഞാൻ 3 മാസേ ക്ലാസ്സിന് പോയുള്ളൂ. 3 മാസേ ക്ലാസ്സിന് പോയുള്ളൂ. എഴുതരുതെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എഴുതണമെന്ന് എനിക്ക് വാശിയായിരുന്നു. എഴുതി ജയിച്ചു. അങ്ങനെ ജയിച്ചത്. സയൻസ് പഠിക്കത്തോടൊന്ന് വാശിയായിരുന്നു. അത് വാശി അങ്ങനെ പറയാം, വാശിയായിരുന്നു. അച്ഛനും അമ്മ സയൻസ് ഒന്ന് പഠിച്ചു. പിന്നെ അടുത്തത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ശാഖയിലോട്ട് പോയി. കാരണം എല്ലാവരും കാല് വയ്യാതെ ഞൊണ്ടി എന്നൊക്കെ വിളിച്ച് അങ്ങനെ ഒരു പരിപാടി പോയി. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. എന്റെ മോളെ ഞാൻ ആ ബാക്കിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ കൊണ്ട് ചേർത്തതാണ്. പക്ഷെ സൈക്കോളജി അഡ്മിഷൻ എം ജി കോളേജിൽ കിട്ടിയതാണ്, കിട്ടില്ല. അവിടെ മൈൻഡിലെ സ്പിരിറ്റ് വിട്ടുകൊടുക്ക പറ്റാത്ത സ്പിരിറ്റായിരുന്നു. അപ്പൊ അമ്മ അച്ഛനും അറിയാതെ തന്നെ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് സൈക്കോളജി ജോയിൻ ചെയ്തു. അങ്ങനെയാണ് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് വീണ്ടും പരീക്ഷിച്ചു. മെഡിക്കൽ കിട്ടിയില്ല. എയർ ഇന്ത്യ ഹാൻഡിൽ മെഡിക്കൽ കിട്ടാതായി. സോ വീണ്ടും തോൽക്കൊടുക്കാൻ പറ്റില്ല. വീണ്ടും പോയി BBA in Airline Airport Management ചെയ്തു. പിന്നെ MBA in Airline Airport Management ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇന്ത്യയിൽ വീണ്ടും ദീപാവലി വന്നു. ലേ ഓവർ വന്നു. കൊറോണ വീണ്ടും എന്നെ ചതിച്ചു. ഡൽഹിയിൽ നിന്ന് തിരിച്ചു നേരെ നാട്ടിൽ. പിന്നെ അമ്മയെ നോക്കി 4-5 വർഷം ചുമ്മാ വീട്ടിൽ വരും. പഠിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതിനുശേഷം എമറേറ്റ്സിൽ എയർ ഇന്ത്യ സാറ്റ്സിൽ എമറേറ്റ്സ് വിങ്ങിൽ ജോയിൻ ചെയ്തു. അവിടെ വർക്ക് ചെയ്തു. 1.5 ഇയേഴ്സോളം. വീണ്ടും ദേവാലയം വന്നു. വീണ്ടും കാലിൽ പണി വന്നു. പിന്നെ ഫിക്സ് വന്നു. എപ്പിലെപ്സി നൈറ്റൊക്കെ എടുത്ത് ഷെഡ്യൂൾ ചെയ്തിട്ട് എന്നിട്ടും തോറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോ ഒരുപാട് വർഷം സ്നേഹിച്ച ആൾ വേണ്ടാന്ന് പറഞ്ഞു. അതും സന്തോഷത്തോടെ ഏറ്റെടുത്തു. നോ എങ്കിൽ നോ പ്രശ്നമില്ല, ജീവിച്ചെടുത്തു. മരിക്കാൻ പറ്റില്ലല്ലോ. സോ പക്ഷെ അങ്ങനെ എനിക്ക് മരിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ചെന്നിട്ട് കരയുമായിരുന്നു പുള്ളിക്കാരത്തിലെടുത്ത്. അപ്പൊ അവിടെ ഞാൻ എനിക്ക് നിർത്തിയത് എന്റെ മുന്നിലെ സ്മൈൽ. അല്ലെങ്കിൽ ഞാനത് നിർത്തിയത് കാരണം ലിസി മാഡം. എനിക്കത് പറയാതെ എനിക്ക് ഒത്തിരി വേദി നടക്കാൻ പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇത്രയും പറയാൻ കാരണം അറിയോ? ഞാൻ ഈ വേദി അത്രയും ആഗ്രഹിച്ചു. പക്ഷെ ഇവരും കാരണം ആൻസൈറ്റി ഉണ്ട് കേട്ടോ കുറച്ച്. പക്ഷെ പേടിയില്ല. ഇത് പറയാൻ കാരണം നമ്മളിപ്പോ കടന്ന് കോച്ചെന്നല്ല, നല്ല മനുഷ്യനായി. അത് വെറുതെ കിട്ടില്ല. നമ്മള് ജനിച്ച് വളർന്ന കൾച്ചർ, രീതികൾ എല്ലാം വേണം. അത് ഞാൻ ഒരിക്കൽ പോലും നമ്മളെ പഠിപ്പിക്കല്ല കേട്ടോ ചെയ്യാം. പറഞ്ഞു തരും. പുള്ളിക്കാരുടെ രീതി കാണിച്ചു തരും. നോ ജഡ്ജ്മെന്റ്, നോ ക്രിറ്റിസിസം, ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയാം, നമുക്കൊരു പരാതി പറഞ്ഞാൽ മാഡം പറയും അങ്ങനെയല്ല, എല്ലാവരും ഇങ്ങനെയാണ്, അങ്ങനെ പറയും. പക്ഷെ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റി.
ഇത്ര ഗ്രൗണ്ടഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പേര് നമ്മുടെ ഒരു ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് 350 പാസഞ്ചേഴ്സ് ആണ്. ഇവര് പോകുന്നവരെ നമ്മൾ ടെൻഷൻ ഉണ്ട്. ഈ 350 ഞാൻ എത്തണ്ടേ? നിങ്ങളെ കയറിയിരിക്കില്ല, നിങ്ങൾ ടെൻഷൻ ഉണ്ട്, നിങ്ങൾ എത്തണ്ടേ? ഞങ്ങളുടെ ജോലിയാണ് എന്റെ ഇടയിൽ. ഈ ടെൻഷൻ ഇത്രയും ആളുകളെ കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ മാഡം എങ്ങനെ ഗ്രൗണ്ട് ആവും? എനിക്ക് അതാണ് ഏറ്റവും വലിയ ഗ്രൗണ്ട് എങ്ങനെയാവും. എനിക്ക് ഇതിനകത്തിരിക്കുന്ന ഞാൻ ഏകദേശം 17 പേരുമായിട്ട് നല്ല അറ്റാച്ച്ഡാണ്. ഹസ്നത്ത, ഡോക്ടർ സൈറ, എനിക്ക് ഒരിക്കലും ഈ രീതിയിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനി ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ ഡോക്ടർ സൈറ, കാരണം എന്നെ ഹെൽപ്പ് ചെയ്തത് പറയണമല്ലോ. പിന്നെ നമ്മുടെ നിയാസ് വന്നത് മുതൽ ഇതുവരെ വെള്ളം വാങ്ങി തരുന്ന ആളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഓരോരുത്തരെയും ഞാൻ പറഞ്ഞിട്ട് ഇറക്കുള്ളൂ. പിന്നെ ജോൺസർ, ഞങ്ങളെ ഫസ്റ്റ് ബാച്ചിൽ എന്നോട് എല്ലാരും ചോദിച്ചില്ലേ ഞങ്ങൾക്ക് എന്തൊക്കെയാ തന്നതെന്ന്. എല്ലാരും ചോദിച്ചില്ലേ ഫസ്റ്റ് ബാച്ചിൽ 100 ദിവസം പൈസ ഉണ്ട് ബിസിനസിന്റെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ജോൺ സാർ മറക്കാൻ പറ്റില്ല, എനിക്ക് ബിജു സാർ മറക്കാൻ പറ്റില്ല, രാഹുൽ സാർ, അൽത്താഫ് സാർ കണ്ടില്ല പക്ഷെ മറക്കാൻ പറ്റില്ല. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തന്നത്. സോ എവിടെയും നിന്ന് സ്ട്രോങ് ആയിട്ട് പറയാം ബിസിനസ് കോച്ചാണോ ഉറപ്പായിട്ട് സംസാരിക്കാൻ കഴിയും. അതേപോലെ വിഷമമുണ്ടോ ആയോ ഞാൻ സംസാരിക്കാനായിട്ട്. അതേപോലെ എന്തുണ്ടെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കൊണ്ട് നന്നായിട്ട് അറിയാം വേദനിച്ചവരുടെ അവസ്ഥ എന്താണ്. കിടക്കുന്നു പോകുന്ന കരുതരുത്, എണീക്കാൻ പറ്റും, വിചാരിക്കണം, എണീക്കാൻ കഴിയും എന്ന് വിചാരിക്കാതെ എണീക്കാൻ കഴിയും.